നമസ്കാരം സുഹൃത്തുക്കളെ, ഒടുവിൽ ആ സിനിമയ്ക്ക് ഒരു പേരായിരിക്കുകയാണ്. അതെ, എസ് രാജമൗലി എന്ന ബ്രാൻഡിൽ നിന്നുള്ള പുതിയ സിനിമ വാരണാസി. ഒരൊറ്റ ടൈറ്റിൽ ടീസറിൽ നിന്ന് തന്നെ രാജമൗലി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. എന്തുകൊണ്ടാണ് വാരണാസി ഇത്രയും സ്പെഷ്യൽ ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും എക്സൈറ്റഡ് ആയി അതിനുവേണ്ടി കാത്തിരിക്കുന്നത്? നോക്കാം അതിൻ്റെ കാരണങ്ങൾ. റീസൺ നമ്പർ 1, ഈ സിനിമ ഒരുക്കുന്നത് എസ് രാജമൗലിയാണ്. ആ പേര് ഒരു ബ്രാൻഡാണ്. താരതമ്യേന ചെറുതായ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയെ തൻ്റെ സിനിമയിലൂടെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഇൻഡസ്ട്രിയാക്കി മാറ്റിയ സംവിധായകനാണ് എസ് രാജമൗലി. ബാഹുബലിയുടെ 2ാം ഭാഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് കേവലം ഒരു ഇൻഡസ്ട്രിയുടെ മാത്രം കാത്തിരിപ്പായിരുന്നില്ല. ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രികളും അതിൻ്റെ 2ാം ഭാഗം വരുന്നതിനായി കാത്തിരുന്നെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, എസ് രാജമൗലി. രാജമൗലിയുടെ പുതിയ സിനിമ എന്ന് പറയുന്നത് തീർച്ചയായും എക്സൈറ്റ്മെന്റ് തന്നെയാണ്. ബാഹുബലിക്കും ബാഹുബലിയുടെ 2ാം ഭാഗത്തിനും RRRന് മുകളിൽ രാജമൗലി എന്താണ് ഒരുക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ അത് തന്നെയാണ് വാരണാസിയെ ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത്. രണ്ടാമത്തെ റീസൺ, അതെ, വാരണാസി എന്ന പ്ലോട്ട് ചരിത്രത്തെയും പുരാണങ്ങളെയും മിത്തുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഓരോ പ്രേക്ഷകനെയും ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അവനെ ഇമോഷണലി കണക്ട് ചെയ്യിക്കുന്ന, ത്രില്ലടിപ്പിക്കുന്ന, എക്സൈറ്റഡ് ആക്കുന്ന, നമ്മൾ കേട്ടുമറന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ കഥകളും കഥാപാത്രങ്ങളും പുരാണങ്ങളും ഒരു രാജമൗലി സിനിമയിലൂടെ ദൃശ്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് വാരണാസി എന്ന പ്ലോട്ടിന്റെ പ്രത്യേകത. മൂന്നാമത്തെ റീസൺ, അത് മറ്റാരുമല്ല, വിജയേന്ദ്ര പ്രസാദ്. രാജമൗലി സിനിമകളുടെ തിരക്കഥാകൃത്ത് വിജയേന്ദ്ര പ്രസാദ് എന്ന വ്യക്തി തിരക്കഥ എഴുതിയിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ബജ്റംഗി ഭായ്ജാനും മഗധീരയും ഇച്ഛയുമൊക്കെ നമുക്കങ്ങനെ മറക്കാനാവുന്ന സിനിമകളാണോ? അതെ, രാജമൗലി സിനിമകളുടെ നട്ടെല്ല് അദ്ദേഹം തന്നെയാണ് വാരണാസി എന്ന സിനിമയുടെ തിരക്കഥ കൈകാര്യം ചെയ്യുന്നത്. നാലാമത്തെ റീസൺ, MM കീരവാണി. തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയെ ഓസ്കാറിലേക്ക് എത്തിച്ച, ഗോൾഡൻ ഗ്ലോബ് കരസ്ഥമാക്കിയ സംഗീത സംവിധായകൻ MM കീരവാണി. ഒരു സിനിമയെ അതിൻ്റെ മ്യൂസിക് കൊണ്ട് എലിവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സംഗീത സംവിധായകൻ. ആ പ്രതിഭ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓസ്കാർ നേട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാരണാസി എന്ന സിനിമയിലൂടെ നമ്മൾ ഇനി കാണാൻ പോകുന്ന മായാജാലവും കീരവാണിയുടേതാണ്. അഞ്ചാമത്തെ റീസൺ, ഒരു യുവനടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് മലയാളം സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ ആകണം. എൻ്റെ പേരുകൊണ്ട് മലയാളത്തിന് പുറമെ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡ്യൂസറിന് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ നേട്ടം. രാജപ്പൻ എന്ന് മലയാളികൾ കളിയാക്കി വിളിച്ചപ്പോഴും തൻ്റെ പ്രതിഭ കൊണ്ടും പ്രയത്നം കൊണ്ടും ഒട്ടാകെ അറിയുന്ന നടൻ, സംവിധായകൻ മലയാളികൾ ഇപ്പോൾ രാജുവേട്ട എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും സ്നേഹം കൊണ്ടാണ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം പൃഥ്വിരാജ്. എസ് രാജമൗലി എന്ന ബ്രാൻഡിന് കീഴിൽ പ്രവർത്തിക്കാൻ ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രമുഖ നടന്മാരും ക്യൂ നിൽക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന നമ്മുടെ കൊച്ചു ഇൻഡസ്ട്രിയിൽ ഒരു നടൻ അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അതെ, 3 ക്യാരക്ടറുകളെ മാത്രമേ വാരണാസി എന്ന സിനിമയിൽ ഇതുവരെ കാണിച്ചിട്ടുള്ളൂ. അതിലൊന്ന് നമ്മുടെ മലയാളികളുടെ അഹങ്കാരം പൃഥ്വിരാജാണ്. കുംഭ എന്ന കഥാപാത്രം അദ്ദേഹം അത് തകർക്കും. ഇനിയും ഒട്ടനവധി കാരണങ്ങളുണ്ടെങ്കിലും 2027 മാത്രം പുറത്തിറങ്ങുന്ന വാരണാസി എന്ന സിനിമയെ ഫുൾ എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരിക്കാൻ ഇതിൽ കൂടുതൽ കാരണങ്ങൾ ആവശ്യമുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.